എന്തുകൊണ്ട് ഇപ്പോ മറ്റ് മതപണ്ഡിതന്മാര് ഇപ്പോ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, ആ ആളുകളൊന്നും സാറിനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല? അത് ഭീരുത്വം. ഇവിടുത്തെ മുജാഹിദുകളാണ് ഇത് ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത്. ഞാൻ ചില മുജാഹിദുകളെ വിളിച്ചു, കൽപ്പിച്ചുകൊണ്ട് ഒരു ഫോൺ തന്നെ എടുത്തില്ല. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുക, അതിനിടെ വിചാരികൾ ബോംബിടുന്നത് എന്തിനാ, ശാന്തമായി പോകുമല്ലേ. ഞാൻ പിന്നെ അത് പ്രവാചകന്റെ കാലത്ത് തന്നെ പറ്റിയിരുന്നു. പ്രവാചകന് ഈ ദിവ്യ സന്ദേശം വഹി അത് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂറത്ത് നജ്മ് എന്ന് പറഞ്ഞ അധ്യായം അറിയാം. അഫറൈത്തുമില്ലാത്തവൽ ഉസ്സ വ മനാത്ത സാലിസത്തുൽ ഉഖ്റ. അഫറൈത്തുമില്ലാത്തവൽ ഉസ്സ, അവരാരാധിക്കുന്ന ലാത്ത എന്ന് പറയുന്ന ബിംബത്തെയും ഉസ്സ എന്ന് പറയുന്ന ബിംബത്തെയും കണ്ടില്ലയോ. അപ്പൊ മനാത്ത സാലിസത്തുൽ ഉഖ്റ, മൂന്നാമതായിട്ട് മനാത്ത എന്ന് പറയുന്നതിന്. അപ്പൊ അവരുടെ ശൈത്താൻ ഓതി എന്നാ പറയുന്നത്. ഇവർ ഓതി പിന്നെ ഷഫാഅത്തുൽ തുർത്തജ, ഈ പറയുന്ന ബിംബങ്ങൾ, ഇവരുടെ പേരിലുള്ള ബിംബങ്ങൾ അവരുടെ ശുപാർശ സ്വീകരിക്കും എന്നതാ ഖുർആൻ അവതരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരതിൻ്റെ ഇടയിൽ കടന്ന് അപ്പൊ ആട്ടി. അത് ശൈത്താന്റെ വകയാണ്, ഇസ്ലാമിനല്ല. ആട്ടി അത് തീരെ അംഗീകരിച്ചില്ല. അപ്പൊ ഒരു വാക്കിനൊന്ന് വഴങ്ങിയിരുന്നെങ്കിൽ ആ ബദറും ഉഴുതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒട്ടും വഴങ്ങാതെ പ്യൂറായിട്ട് തൗഹീദിനെ നമ്മളിലേക്ക് എത്തിച്ച പ്രവാചകൻ. അത് നമ്മൾ തലമുറയിലേക്കും എത്തിക്കണം. പക്ഷെ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനമൊക്കെ വാദപ്രതിവാദം നടത്തിയ ജിന്നുണ്ടോ ഇൻസുണ്ടോ നോക്കല്ലാതെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മമ്മൂട്ടിനെ വിമർശിക്കലാവും, മറ്റേനെ വിമർശിക്കലാവും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് വഴങ്ങിക്കൂടാ. മമ്മൂട്ടി നമ്മളെ പോലുള്ള ഒരു മനുഷ്യനാണ്, അതിനപ്പുറമൊന്നുമല്ല. ഞാനൊരിക്കലും യാദൃശ്യമായിട്ട് അദ്ദേഹത്തെ കണ്ട് അപ്പൊ ആരോ ഒന്ന് പരിചയപ്പെടുത്തി, മാധ്യമത്തിന്റെ എഡിറ്ററാണ്. നിങ്ങളെ പത്രം വായിച്ചിട്ടല്ല ഇപ്പം ആളുകൾ സ്വർഗത്ത് പോകണമെന്ന് ചോദിച്ചു. എടുത്ത പാടാനും ചോദിച്ചാൽ അപ്പൊ എന്റെ മറുപടി അല്ല, നിങ്ങളെ സിനിമ കണ്ടിട്ട് എല്ലാവരും സ്വർഗത്ത് പോകണമെന്ന് പറയും. അതിനല്ലേ മറുപടി മൂപ്പർക്ക് കിട്ടാനില്ല. നിങ്ങളെ സിനിമ കണ്ടിട്ട് എല്ലാവരും സ്വർഗത്ത് പോകണമെന്ന്. അതുകൊണ്ട് അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ആ കൂടിക്കാഴ്ച ഇപ്പം സാറൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആരുമല്ല, സജീവ പ്രവർത്തകനായിരുന്നു. അത് ഞാൻ എന്തുകൊണ്ട് പുറത്തായെന്നുള്ള പറയുന്ന രസമാണ്. എന്റെ ലേഖനങ്ങള് ആഴ്ചയിൽ 1-2 ഉണ്ടാവും. അതൊക്കെ എന്തെങ്കിലും തമാശ കഥകൾ കൊണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു റീഡബിലിറ്റി ഉള്ള ഒരു രീതിയാണ്. അപ്പൊ അത് വല്ലാതെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ മേലെ പത്രത്തിലല്ല ഉള്ള ആള്, പാർട്ടിയിൽ ടി.കെ. അബ്ദുള്ള ഒരു കുറ്റാടിക്കാരുണ്ടായിരുന്നു, ഇപ്പൊ മരിച്ചു. അയാൾക്ക് ഭയങ്കരമായ അസൂയ. എൻ്റെ ലേഖനങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കുന്നു, അവരൊക്കെ ഇത് ഈ പ്രസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് അഭിനന്ദനം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ട് എന്നിട്ട് ഇത് ജമാഅത്തിൻ്റെതെല്ലാം തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് അതിന് ലേഖനത്തിന്റെ ഒടുവിൽ വേണോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ലേഖനമൊക്കെ എഴുതിയ ഒടുവിൽ ഇത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് തെക്കൻ കൊറിയയും വടക്കൻ കൊറിയയും നമ്മളെ യുദ്ധം നടന്നതിന്റെ ഒടുവിൽ ഇത് വായിച്ചാലും ജമാഅത്തിലേക്ക് വരാമെന്ന് പറയാൻ പറ്റും. ടി.കെ. നിങ്ങളെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇത് ഈ പ്രസംഗം കേട്ടാലും ജമാഅത്തിലേക്ക് വരരുത് നിങ്ങൾ പറയോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അത് പോയി മുപ്പതിനെ ഒഴിവാക്കിയിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി പിള്ളേരുന്ന്. പാർട്ടി പിള്ളേരണ്ട ഞാണ്ട് പോകുന്നു ഒരു ഇക്കോട്ടെ. അവിടെ എനിക്ക് കുറെ സുഖമായി. അതായത് അനി പിന്തിരിപ്പനാ. ജമാഅത്തെ ഇസ്ലാമി തനി സംവിധാനമാണ് ഉറപ്പന്നെ. കാരണം തീരെ തനി ഫാസിസം അല്ലേ ഇത്. ഒരു മനുഷ്യനെ ആ പത്രം ഉണ്ടാക്കിയെടുത്ത് ഞാനും എൻ്റെ ബ്രദറും അബ്രഹ്മാൻ ഒരു ദയം കാണിക്കാതെ ഒരു ആനുകൂല്യം നൽകാതെ ഒരു യാത്രയെ പോലും നൽകാതെ ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു. നമ്മളെ ചൂര് മുറ്റടിക്കാൻ വരുന്ന പെണ്ണുങ്ങളോട് അതിനേക്കാൾ നന്നായി പെരുമാറില്ലേ. ഇപ്പൊ 25 കൊല്ലം ഞാൻ പറഞ്ഞു, എനിക്കൊരു പെൻഷൻ ഉണ്ടോ, ഒരു ഗ്രാറ്റുവിറ്റി ഉണ്ടോ, വല്ല ആനുകൂല്യം ഉണ്ടോ, ഒരു അന്വേഷിക്കുന്നുണ്ടോ, ഇറങ്ങി പോകാനായിട്ട് പറയാ. ഇത് എവിടെ ഉണ്ടാകുക ഭൂമിയില്. അപ്പം ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്ന് വിട്ടു, അപ്പൊ മുജാഹിദാണോ? മുജാഹിദ് അല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം മുജാഹിദിന്റെ ആളുകള് ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് വളരെ സ്വതന്ത്രാണ്. സുന്നികളായിട്ട് എങ്ങനെ ബന്ധം? സുന്നികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഓരോന്ന് പിന്നെ വേണ്ടാത്ത ഉദാഹരണമായിട്ട് കാന്തപുരം അടുത്ത ദിവസം പ്രസംഗിച്ച് ഇങ്ങനെ ഇയാള് മണവൂർ ഷേഖ് മരിച്ച ഷേഖ് ആളെ ഇടക്കിടക്ക് എന്നെ വിളിക്കലുണ്ട്. ഞാൻ പൊട്ടത്തരം പറയലേ ഞാൻ വിളിച്ചു പറയും. മരിച്ചുപോയ ഇയാളെ വിളിക്കുക ഈറ്റ ഇതാക്കാൻ വേണ്ടി. അയാളെ മകന് അദ്ഹരി എന്താണ് പേര്, ഇയാളെ നേരെ അതിനേക്കാൾ വലിയ വീട്ടിൽ തന്നെ വിളിച്ചു വരണ്ടേ. അപ്പൊ പോസ്റ്റിലാൻ വേണ്ടി ഒരുങ്ങിക്കുക. ഈ പിന്നെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടാൻ കാരണം നിസ്കരിക്കാത്തതുകൊണ്ടാണ് ആക്രമണം. നബി നിസ്കരിക്കുമ്പോഴാണ് തലയിലോ കുടലുണ്ടിട്ട് നിസ്കരിക്കുമ്പോൾ നബിന്റെ തലയിലേക്കും പിന്നെ ഒട്ടകത്തിന്റെ കുടലുണ്ടിട്ട് നിസ്കരിക്കുമ്പോൾ പിന്നെ ഉമർ ഫാറൂഖ് അദ്ദേഹം പിന്നെ സുബൈ നിസ്കാരത്തിന് ഇമാമത്തുക്കുമാണ് അദ്ദേഹത്തെ കുത്തി കൊന്നത്.
അപ്പോൾ നിസ്കരിക്കാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത്. ഈ പൊട്ടത്തരം പറയുമ്പോൾ അതിനെ ഇതാക്കാൻ പാർട്ടികൾ പറയില്ല, നമുക്കൊക്കെ പറയാം. അതിനാണ് നമ്മൾ സ്വതന്ത്രനായ വളരെ നന്നല്ല. ഒരു സംഘടനയുടെയും ഭാഗമല്ല, ഇല്ല, സ്വതന്ത്രനാണ്. സ്വതന്ത്രനാണ്. അതാണ് ഇപ്പൊ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത്.